എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു. ഇന്ന് ഞങ്ങൾ തയ്യാറാക്കാൻ പോകുന്നത് ഒരു ചിക്കൻ റെസിപ്പിയാണ്. ഇന്ന് ഞങ്ങൾ ചിക്കൻ കട്ട്ലേറ്റ് ആണ് നിങ്ങൾക്ക് വേണ്ടി തയ്യാറാക്കാൻ പോകുന്നത്. നിങ്ങൾക്ക് ഞങ്ങളുടെ വീഡിയോസ് കണ്ടിഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അതുപോലെ നിങ്ങളുടെ വാല്യുബിൾ ആയിട്ടുള്ള കമൻസും ഞങ്ങൾക്ക് സെൻഡ് ചെയ്യാം. അപ്പോൾ നമുക്ക് ചിക്കൻ കട്ട്ലേറ്റ് തയ്യാറാക്കാൻ വേണ്ടുന്ന ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഞാനിവിടെ ഒരു ചിക്കൻ ഫുൾ എടുത്തിട്ടുണ്ട്, കഴുകി ക്ലീൻ ആക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഓണിയൻ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്, ജിഞ്ചർ, ഗാർലിക്ക്, ഗ്രീൻ ചില്ലി, പിന്നെ പൊട്ടറ്റോ ഞാൻ 3 പൊട്ടറ്റോ എടുത്തിട്ടുണ്ട്. അത് വേവിച്ച് സ്മാഷ് ചെയ്ത് വെച്ചിട്ടുണ്ട്. കുക്കറിലിട്ട് 4 വിസിലടിക്കുക. ഓയില്, പെപ്പർ പൗഡർ എടുത്തിട്ടുണ്ട്. പെപ്പർ പൗഡർ നിങ്ങൾക്ക് ആവശ്യത്തിന് ചേർക്കാവുന്നതാണ്. പിന്നെ ആവശ്യത്തിന് ഉപ്പ്, ബ്രെഡ് ഞാൻ ചൂടാക്കിയിട്ട് ക്രംസാക്കി എടുത്തിട്ടുണ്ട്, മഞ്ഞൾപ്പൊടി, ചിക്കൻ മസാല, കാശ്മീരി ചില്ലി, എഗ്ഗ് 3 എടുത്തിട്ടുണ്ട്, കോൺഫ്ലോർ ആവശ്യത്തിന്. അപ്പോൾ നമുക്ക് ചിക്കൻ കട്ട്ലേറ്റ് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു പാനിൽ കുറച്ച് വെള്ളം എടുത്ത് വെച്ചിട്ടുണ്ട്. അതിൽ ഈ വെള്ളം ഒന്ന് ചൂടായിട്ട് അതിലേക്ക് നമുക്ക് ചിക്കൻ ഇട്ട് കൊടുത്ത് കുറച്ച് ഉപ്പും കുരുമുളക് പൊടി ഇട്ട് ഒന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ നമ്മുടെ വെള്ളം ഒന്ന് ചൂടാവട്ടെ, അതിനുശേഷം നമുക്കതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇവിടെ വെള്ളം നല്ലപോലെ തിളച്ച് വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് എടുത്തു വെച്ചിരിക്കുന്ന ചിക്കൻ ആഡ് ചെയ്ത് കൊടുക്കാം. കുറച്ച് കുരുമുളക് പൊടി ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ചിക്കൻ ഒന്ന് വേവട്ടെ. ആ സമയം കൊണ്ട് നമുക്ക് നമ്മുടെ മുട്ടയൊന്ന് പൊട്ടിച്ചൊഴിച്ചിട്ട് അതിൻ്റെ വെള്ളം മാത്രം എടുത്താൽ മതി, മഞ്ഞ വേണ്ട. വെള്ളം മാത്രം എടുത്തിട്ട് അതിലേക്ക് നമുക്ക് കോൺഫ്ലോർ മിക്സ് ചെയ്ത് കൊടുത്ത് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കണം. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് കോൺഫ്ലോർ മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഞാനിവിടെ കുറച്ച് കോൺഫ്ലോർ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി അത് നല്ലപോലെ ഒന്ന് ബീറ്റ് ചെയ്തെടുത്ത് ഒരു പരുവമാക്കി എടുക്കണം. അപ്പോൾ ചിക്കൻ ഇവിടെ വെന്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് ഡ്രെയിൻ ചെയ്ത് മാറ്റാം. ഡ്രെയിൻ ചെയ്ത് മാറ്റിയതിന് ശേഷം ഒന്ന് തണുത്തതിന് ശേഷം അതൊന്ന് ചിക്കി വെക്കാം. അപ്പോൾ ചിക്കൻ തണുത്തതിന് ശേഷം ഞാൻ ഒന്ന് ഇതുപോലെ ചിക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇതുപോലെ വേണം മിക്സിയുടെ ജാറിൽ കുറച്ചായിട്ടിട്ട് അരച്ചെടുക്കുവാൻ. ഒരുപാട് അങ്ങ് അരഞ്ഞു പോകരുത്. ഈ പരുവത്തിന് വേണം അരച്ചെടുക്കും. ഇനി നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന പച്ചമുളക്, വെളുത്തുള്ളി, ഇഞ്ചി ഒന്ന് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുക്കണം. അരഞ്ഞു പോകണ്ട, ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ. അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള ഒന്ന് വഴറ്റിയെടുക്കണം. അതിനുവേണ്ടി ഞാനിവിടെ ഒരു പാൻ വെച്ചിട്ടുണ്ട്. പാൻ ചൂടായിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ഇവിടെ ചൂടായിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ ക്രഷ് ചെയ്ത് വെച്ചിരിക്കുന്ന ചില്ലി, ജിഞ്ചർ, ഗാർലിക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ഇഞ്ചിയുടെയും പച്ചമുളകിൻ്റെയും ഉള്ളിയുടെയും ആ ഒരു പച്ചമണം ഒന്ന് മാറി വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന സവോള ചേർത്ത് കൊടുക്കാം. സവാള ഒന്ന് ഇളക്കി കൊടുക്കണം. ഈ സവാള നമുക്കൊന്ന് വഴണ്ട് വരുന്നതിന് വേണ്ടി വെയിറ്റ് ചെയ്യാം. ഒരുപാട് ബ്രൗൺ കളർ ആവില്ല, ജസ്റ്റ് ഒന്ന് വഴണ്ട് വന്നാൽ മാത്രം മതി. അതിനുശേഷം നമുക്കിതിലേക്ക് നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന പൊടികൾ ചേർത്ത് കൊടുക്കാം. അപ്പോൾ സവാള ഇവിടെ വഴണ്ട് വന്നിട്ടുണ്ട്. അതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ ചിക്കൻ മസാല, 1 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി, 1/2 ടീസ്പൂൺ പെപ്പർ പൗഡർ. ഇനി ഇത് നല്ലപോലെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. പൊടി കരിഞ്ഞു പോകാതെ നോക്കണം, ചെറുതായിട്ടൊന്ന് മൂത്താൽ മതി. അപ്പോൾ നമ്മുടെ പൊടിയുടെ പച്ചമണം എല്ലാം മാറിയിട്ടുണ്ട്. ഇനി അതിലേക്ക് നമ്മൾ ക്രഷ് ചെയ്ത് വെച്ച് ചിക്കൻ ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതൊന്ന് ഇളക്കി കൊടുക്കണം നല്ലപോലെ. അപ്പോൾ ഞാനിവിടെ ചിക്കൻ നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാവുന്നതാണ്. ഇനി ഇതിലേക്ക് നമ്മൾ സ്മാഷ് ചെയ്ത് വെച്ച പൊട്ടറ്റോ ആഡ് ചെയ്ത് കൊടുക്കാം. പൊട്ടറ്റോ ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഒന്ന് നല്ലപോലെ ഇളക്കി കൊടുക്കണം. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് മല്ലിച്ചപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. ഇത് ഓപ്ഷണലാണ്, നിങ്ങൾക്ക് വേണമെങ്കിൽ ചേർത്താൽ മതി, ഇല്ലെങ്കിൽ വേണ്ട. ഇനി ഇതൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഒന്ന് തണുക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്യാം.
അപ്പോൾ നമ്മുടെ കട്ട്ലറ്റ് ആക്കേണ്ട മിക്സ് ഇവിടെ തണുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊന്ന് ഷേപ്പ് ചെയ്തെടുക്കാം. ഇതുപോലെ ചെറിയ ബോൾ മതി. ഇതുപോലെ ഇങ്ങനെ ചെറിയ ബോളാക്കി ഇങ്ങനെ കൈ വെച്ച് ഇങ്ങനെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. ഇത്രയും ഷേപ്പിൽ ഇങ്ങനെ വേണം ആക്കിയെടുക്കാൻ. ഇനി നമുക്കിതുപോലെ ഒരു പ്ലേറ്റ് എടുത്ത് ഇതെല്ലാം ഒന്ന് അതുപോലെ ഷേപ്പാക്കി വെക്കാം. അപ്പോൾ കട്ട്ലൈറ്റിൻ്റെ മിക്സ് എല്ലാം ഞാൻ ഇതുപോലെ ഷേപ്പാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇത് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന എഗ്ഗിൻ്റെയും കോൺഫ്ലോറിൻ്റെയും കൂടെ മിക്സിൽ ജസ്റ്റ് ഒന്ന് ഡിപ്പ് ചെയ്തതിന് ശേഷം ബ്രെഡ് ക്രംസിൽ 2 സൈഡ് കോട്ട് ചെയ്തിട്ട് ഞാനൊന്ന് എടുത്ത് മാറ്റി വെച്ചിട്ട് നിങ്ങളെ കാണിക്കാം. ഇതുപോലെ ഒരു പീസ് എടുത്തിട്ട് നമ്മുടെ ഇതിൽ ഒന്ന് മിക്സ് ചെയ്യുക. ഇങ്ങനെ ഒന്ന് ഡിപ്പ് ചെയ്യുക. ഡിപ്പ് ചെയ്തിട്ട് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന ബ്രെഡ് ക്രംസിൽ 2 സൈഡും ഇതുപോലെ ഒന്ന് കോട്ട് ചെയ്യുക. ഒന്ന് കോട്ട് ചെയ്തിട്ട് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാവുന്നതാണ്. ഇതുപോലെ വേണം ആക്കിയെടുക്കാൻ. ഇനി ഇത് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം നമുക്ക്. കട്ട്ലറ്റെല്ലാം ഞാനിവിടെ കോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അതിനുവേണ്ടി ഞാനിവിടെ ഒരു പാനിൽ കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. അത് ചൂടായിട്ടുണ്ട്. ഇനി ഓരോന്നായിട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം. ഒരുപാട് അങ്ങ് മുരിഞ്ഞു പോകണ്ട. ഒരു മീഡിയം ബ്രൗൺ കളർ ആയാൽ മതി. തീ കുറച്ച് മീഡിയം ഫ്ലെയിമിലിടുക. ഒരു സൈഡ് ആയിട്ടുണ്ട്. ഇതൊന്ന് നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം. ഒരു മിനിറ്റ് കട്ട് ചെയ്ത്. ഇതിപ്പോൾ ഒരു സൈഡ് ആയിട്ടുണ്ട്. ഞാനിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കുകയാണ്. അപ്പോൾ കട്ട്ലറ്റ് ഇവിടെ ഫ്രൈ ആയിട്ടുണ്ട്. ഇനി ഇതൊന്ന് കോരി മാറ്റി വെക്കാം. അപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള കട്ട്ലറ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്യണം. നിങ്ങളുടെ ഫീഡ്ബാക്ക് ഞങ്ങളെ അറിയിക്കാൻ വേണം. ഓക്കെ, താങ്ക് യു.